ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഡെയിലി വ്ളോഗ് വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇന്നാണെങ്കിൽ ഒരു സ്പിരിച്വൽ വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് കപ്പൂച്ചൻ അച്ഛന്മാർ നടത്തുന്ന ശാന്തി ആശ്രമത്തിലും ഒരു അമ്പലത്തിലും പോകാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ കാറെടുത്ത് ഇറങ്ങി. ഇന്ന് അമ്പലത്തിൽ പോകാൻ പ്രധാന കാരണം നമ്മൾ പിങ്ക് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അനന്തു അമ്പലത്തിൽ പോയിട്ട് ദൈവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്നൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ അവൻ അമ്പലത്തിൽ പോയി, ആ വീഡിയോ 500K ഓടി. രണ്ടാമത്തെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റി, അതുകൊണ്ടൊരു 1.5 ലക്ഷം വ്യൂവേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇറങ്ങുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് വ്യൂ കിട്ടാൻ വേണ്ടി കൂടെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞത്. നമ്മുടെ കപ്പൂച്ചൻ അച്ഛന്മാരുടെ ആശ്രമത്തിലെത്തി, എങ്കിലും നമുക്ക് അവിടെ ആരെയും കാണാൻ പറ്റിയില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് അവരൊക്കെ പുറത്ത് പോയി കാണുമെന്ന നിഗമനത്തിൽ നമ്മൾ അവിടുന്ന് മടങ്ങി. തൃപ്പൂണിത്തറയുള്ള അമ്പലത്തിൽ, അത് പൂർണ്ണത്രയേശ ടെമ്പിൾ, തൃപ്പൂണിത്തറ വലിയ അമ്പലമാണ്. അമ്പലത്തിൽ നമ്മൾ കാറും പാർക്ക് ചെയ്ത് അമ്പലത്തിലോട്ട് നടന്നു. അമ്പലം അടിപൊളി വൈബ് അമ്പലം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ശില്പയ്ക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 മുഴം മുല്ലപ്പൂ വാങ്ങി അവൾ തലയിൽ വെച്ചു. ഇപ്പം ചെറിയ ഇങ്ങനെ മുല്ലപ്പൂ വിൽക്കാൻ ഇരിക്കുന്നവളുടെ കയ്യിലും ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റും ചെയ്ത് നമ്മൾ മുല്ലപ്പൂവും വെച്ച് അമ്പലത്തിലേക്ക് കയറി. അമ്പലം ഒരു പ്രത്യേക വൈബ് അമ്പലമായിരുന്നു, ശാന്തി. നമ്മൾ ചെല്ലുന്ന സമയം ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മണിനാഥമൊക്കെ കേട്ട് ഇത്രയും ഭക്തജനങ്ങളുടെ ഒപ്പം നമ്മൾ അമ്പലത്തിലേക്ക് കയറി. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അകത്ത് കയറണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷെ അനന്തു അകത്ത് കയറി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവനോട് പൊക്കോളാൻ പറഞ്ഞു. ശില്പയും മതിയും അമ്പലത്തിലെത്തുന്നതൊരു പ്രത്യേക ഇതില്ല. ശില്പ ക്രിസ്ത്യനും മതി മുസ്ലിമും ആണല്ലോ. അപ്പം ഇവർക്ക് അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബാണ്. നമ്മൾ പണ്ട് കൊച്ചിലെ തൊട്ടേ അമ്പലത്തിൽ ഇങ്ങനെ പോയി അമ്പലം നടന്ന് പ്രാർത്ഥിച്ച് അതൊരു പ്രാർത്ഥനാ വൈബല്ലേ. ഇവർക്കതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. അപ്പോൾ ഓരോ വട്ടം ശില്പയുടെ കൂടെ അമ്പലത്തിൽ പോകുമ്പോഴും അവളുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റാണ്. ഇത് കൃഷ്ണൻ്റെ അമ്പലമായിരുന്നു, മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ പാൽപ്പായസം ഉണ്ട്, അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ ഇട്ടില്ലേ. അപ്പം കൃഷ്ണന് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസം ഒരു മെയിൻ നേർച്ചയായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന ആചാരമായിരുന്നു തോന്നുന്നു ഈ പാൽപ്പായസം തരുന്നത്. എന്തായാലും നല്ല രുചിയായിരുന്നു. ഞങ്ങൾ പാൽപ്പായസം കുടിച്ചു. ഒരുപാട് പേര് പാൽപ്പായസം കുടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല രുചിയോടെ പാൽപ്പായസം കുടിച്ചു. പുറത്തോട്ട് ഇറങ്ങി അമ്പലത്തിൻ്റെ വൈബിൽ ഇങ്ങനെ നടന്നു. ശരിക്കും ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറി അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ലല്ലോ. പൂർണ്ണത്രയേശനെ അടുത്ത് നിന്ന് തൊഴുതു. മറ്റേ സിനിമ ഡയലോഗ് ഓർമ്മ, എൻ്റെ പൂർണ്ണത്രയേശ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഓർമ്മ വന്ന്. സത്യത്തിൽ ദൈവങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളോട് തന്നെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ പറയുമ്പം അത് നമ്മളോട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ, അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്നുള്ളൊരു തോന്നൽ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരുടെ ഒരു സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. അമ്പലത്തിന്റെ വൈബ് നശിപ്പിച്ച് KSRTC ഞാൻ തന്നെ. അമ്പലത്തിൽ നമ്മൾ എല്ലാവരോടും പോകുമ്പം അതിനുശേഷം ഒരു മസാല ദോശ കഴിക്കണം, അതല്ലേ അതിൻ്റെ ഒരു രീതി. നമ്മൾ കാക്കനാട് നിന്ന് തുടങ്ങിയ യാത്ര തൃപ്പൂണിത്തറ എത്തി. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത് പാലാരിവട്ടത്തേക്കാണ്. നമ്മൾ പാലാരിവട്ടം വൃന്ദാവൻ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ് 3 പാർക്കിംഗ് ഉള്ളിടത്ത് 3 പോയിട്ട് 3ാമത്തെ പാർക്കിങ്ങിലാണ് തിരക്ക് കാരണം പാർക്ക് ചെയ്യാൻ പറ്റിയത്. നല്ല ലൈറ്റ് കണ്ടപ്പോൾ ഞങ്ങളൊരു സെൽഫി എടുത്ത് വൃന്ദാവൻ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി നടന്നു. ഞങ്ങൾ കൊച്ചി വന്നപ്പോൾ തൊട്ട് സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു റെസ്റ്റോറൻ്റാണ് വൃന്ദാവൻ. അന്നും ഇന്നും ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി, ഇവിടുത്തെ തിരക്കും ഒരു മാറ്റമില്ലാതെ തുടരുന്നു. 5 പേരുണ്ട്, സ്ഥലം ഉണ്ടോ എന്ന് നോക്കി, ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഞങ്ങൾ എന്തായാലും അകത്ത് കയറി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് വേറെ ഒരു സീറ്റും ഫ്രീ ഇല്ലാത്ത തരത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ എപ്പോൾ വന്നാലും ഇങ്ങനെ തിരക്കാം. കാരണം നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്ളോഗിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ഇല്ലെങ്കിലും ആൾക്കാർ കയറുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പാലാരിവട്ടത്തുള്ള വൃന്ദാവൻ റെസ്റ്റോറൻറ്റ്. അപ്പം ഒരു മസാല ദോശയും അത് കഴിഞ്ഞിട്ട് വിശപ്പുണ്ടെങ്കിൽ ഒരു സെറ്റ് ഇഡ്ഡലിയും കൂടെ കഴിക്കാന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ വന്നത്. ആരോഗ്യം നോക്കണമെന്നുണ്ട്, ജിമ്മിൽ ചേരണം, അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം മസാല ദോശ കഴിക്കാമെന്നുള്ള തീരുമാനത്തിൽ മസാല ദോശ കഴിച്ച് തുടങ്ങി. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ മസാല ദോശ എപ്പോൾ കഴിച്ചാലും ഒരു ഫ്രഷ് ഫീലിംഗാണ്. ചില കടയിൽ നിന്ന് എപ്പോഴും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ലേ. അങ്ങനെ ഞൊടിയിടയിൽ മസാല ദോശ കഴിച്ച് കഴിഞ്ഞു. ഒരുപാട് വെറുപ്പിക്കാതെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എന്ന് നമ്മളിവിടെ വെച്ച് തീരുമാനിച്ചു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
മസാല ദോശ തിന്ന് കഴിഞ്ഞിട്ട് ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ വയറിൽ ഇനി ഒരു തുള്ളി സ്ഥലമില്ല. ഇവർ ക്യാരറ്റ് ഹൽവ മേടിച്ചിട്ട് ഡെസേർട്ട് പോലെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ക്യാരറ്റ് ഹൽവയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും ഡെയിലി വ്ളോഗ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.